നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു ഫ്രൈ ചെയ്തിട്ടുള്ള മസാലയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 10 വെണ്ടയ്ക്കാണ് ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വാഷ് ചെയ്ത് മാറ്റി വെച്ച വെണ്ടയ്ക്ക ഒരേ വലുപ്പത്തിൽ ക്യൂബായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഒരു പാനിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് നല്ല രീതിയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ആക്കുന്നില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് തന്നെ വരും. ഈ ഒരു പരുവത്തിൽ നമ്മളതിനെ കോരി മാറ്റാണ്. തക്കാളി പേസ്റ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 1.5 തക്കാളി എടുത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു. നമ്മൾ ഫ്രൈ ചെയ്ത് അധികം ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഗ്രേവി തയ്യാറാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിൽ ജസ്റ്റ് ഒരല്പം ജീരകം ഇട്ട് പൊട്ടിച്ചു. പകുതി വെളുത്തുള്ളിയാണ്, ഒരു വെളുത്തുള്ളിയുടെ പകുതി പീസ് എടുത്ത് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതിലേക്ക് നമ്മുടെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. ഇതിലെ സമയത്ത് കറിവേപ്പിലയോ ഉണക്കമുളകോ നമുക്ക് വേണമെന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഒരു പച്ചമുളകാണ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ബ്രൗൺ കളറായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആകെ മസാല. അത് നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. അപ്പം നല്ല രീതിയിൽ സവാള എല്ലാം സോട്ടായി വന്നു. ഈ സമയത്ത് നല്ല രീതിയിൽ സോട്ടായ ശേഷമാണ് നമ്മൾ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു ചെറിയ വലുപ്പത്തിലുള്ള ഒരു 1.5 തക്കാളിയാണ് നമ്മൾ ഇതിനുവേണ്ടി പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ആ സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഒരു 5 മിനിറ്റുള്ളിൽ നല്ല രീതിയിൽ തക്കാളി എല്ലാം അതിൻ്റെ പച്ചക്കുത്തിലെല്ലാം പോയി ഒട്ടും പുളിയില്ലാതെ മാറും. ഈ സമയത്ത് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവി നല്ല രീതിയിൽ തിളപ്പിക്കുകയാണ്. ഗ്രേവി നല്ല രീതിയിൽ റെഡി ആയി കഴിഞ്ഞു. ഇത് മൺചട്ടിയിലാണ്, പെട്ടെന്ന് ഡ്രൈ ആയിപ്പോൾ. അതിന് നമ്മളിപ്പോൾ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. ഈ സമയത്ത് ഗരം മസാലയോ ജീരകത്തിൻ്റെ പൊടിയോ കുരുമുളകിൻ്റെ പൊടിയോ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തയ്യാറാക്കി മാറ്റുന്നത്. കുറച്ച് തിക്കായിട്ടാണ് ഗ്രേവി ഇരിക്കുന്നത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം തൈരോ തേങ്ങാപ്പാലോ കൂടി ആഡ് ചെയ്ത് കുറച്ചും കൂടി ജ്യൂസി ആയിട്ട് ഇത് എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഓയിൽ ടെക്സ്റ്ററൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു പോകുന്ന നല്ല റിച്ച് ആയിട്ട് തന്നെ ഈ കറി ഇരിക്കും. അപ്പോൾ കുറച്ചും കൂടി പുളി ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് തൈര് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നല്ല തിക്കായിട്ട് തന്നെ ഈ കറി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഗാർണിഷിനായിട്ട് അല്പം തക്കാളി കൂടി ഇട്ട് കൊടുത്തു. അല്പം ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെണ്ടക്കായ മസാലക്കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ചപ്പാത്തിയൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.